ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂരി ബാജിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആയ സാധനമായതുകൊണ്ട് ഞാനിത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൂരിക്ക് എടുക്കുന്ന ഓയിൽ വെച്ചാൽ സൺഫ്ലവർ ഓയിലാണ്. കറിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷേ പൂരി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആട്ട ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പൊടിയുപ്പ് ഉപയോഗിച്ചാൽ മതി. കല്ലുപ്പിട്ടാൽ അത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു വലിയ ടിപ്പ് എന്താ വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ കൈ വെച്ച് ചെയ്ത് കയ്യിലൊക്കെ ആവുന്നതിലും ഏറ്റവും ഈസി എന്താ വെച്ചാൽ ഒരു നല്ല ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ മിക്സിങ്ങിനും ഈസിയാണ്, അതുപോലെ തന്നെ ഇനീഷ്യലായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമുള്ളൊരു ടെക്നിക്കാണ്. ഇപ്പോൾ പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കായാലും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനെ ആൺകുട്ടികളൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ കൈക്കൊക്കെ ആവാം മടിയായിരിക്കും, പക്ഷേ ഈ ഐറ്റംസൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ഒരു ഈസി ടിപ്പാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുഴച്ച് നോക്കൂ, വളരെ ഈസിയാണ്. ഓഫ് കോഴ്സ് ഇപ്പം മിക്സിങ് മെഷീൻസൊക്കെ അവൈലബിൾ ആണ്, ബട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ അധികം ചിലവില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ടെക്നിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് തീർച്ചയായിട്ടും ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഈവണായിട്ട് വെള്ളം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. നമുക്ക് കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് അറിയുമല്ലോ അതിൻ്റെ നനവ്. ഇപ്പോൾ ഫോർക്ക് വെച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഈവണായിട്ട് നടുക്കുന്ന തുടങ്ങിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 1-2 തവണ ചെയ്യുമ്പോഴേക്കും പ്രാക്ടീസ് ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പം നമ്മൾ ഏകദേശം ഒരു എല്ലാ ഭാഗത്തും നനവ് വന്നു എന്ന് ഉറപ്പാക്കി കഴിയുമ്പോഴേക്കും നമുക്കത് ഫോർക്ക് മാറ്റിയിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒരുപാട് കൂടുതലും ആവരുത്, കുറയാനും പാടില്ല. ഏകദേശം നമുക്ക് കൈവച്ച് ചെയ്യുന്ന അതേ ഒരു ഐഡിയയിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി നല്ലൊന്ന് സോഫ്റ്റായി കിട്ടും. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ എടുക്കും. അപ്പോഴേക്കും നമുക്ക് കറിക്കിൽ കട്ടിങ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ചോപ്പിംഗ് ബോർഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഇഞ്ചി ഒന്ന് കൊത്തി അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കൊത്തി അരിയണം. നമ്മൾ കറി കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കാൻ പാടില്ല, ആ ഒരു അളവിൽ വേണം നമ്മൾ ഇതുപോലെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞാൽ മതി. നല്ല ഷാർപ്പ് നൈഫാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ജസ്റ്റ് സ്ലിറ്റിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അതുപോലെ നേർങ്ങനെ നീളത്തിൽ നമ്മൾ ഈ സവാള അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ സവാള ഞാനിപ്പോൾ ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്, അതിനനുസരിച്ച് സവാള എടുത്താൽ മതി. ഒരു വലിയ സവാള അത്യാവശ്യം മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഈവനായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ പൊട്ടറ്റോസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ബാജി ആക്കുമ്പം ഈ കറി ആക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പിലാക്കാം. ഒന്നാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങനെ ആക്കാം. പൂരിക്കാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ മസ്റ്റല്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ആക്കുന്ന പോലെ ഇച്ചിരി തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ കോക്കനട്ട് പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ പൊട്ടറ്റോസ് ഞാൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിങ് പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഇൻഡക്ഷനിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ പൂരി നമ്മൾ ഏതായാലും ഗ്യാസിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പാരലായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും കുക്കിംഗ് നമുക്ക് ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ മൾട്ടി ടാസ്കിങ് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുക്ക് ചെയ്യുന്ന ടൈമിൽ മറ്റേ കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ കുക്കിംഗ് കുറച്ച് പെട്ടെന്നാവാൻ പറ്റും. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് പെട്ടെന്നാക്കണമെങ്കിൽ ഇതുപോലെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുക്കർ ചൂടായപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള ഇതൊക്കെ ഇട്ടിട്ട് 1-2 മിനിറ്റോളം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് അടിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് എല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ വഴറ്റൽ പ്രോസസ്സ്
കുറച്ച് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതും വേണ്ട ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുക്കറിൽ ഇതുപോലത്തെ ചപ്പാത്തിക്കില്ല അങ്ങനത്തെ കറിയൊക്കെ ആക്കുമ്പോൾ നമ്മളെപ്പോഴും ഇച്ചിരി എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം കഷ്ണങ്ങൾ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിൽ കൂടുതൽ മസാലാസ് ഒന്നുമില്ല, വളരെ എളുപ്പവും അതുപോലെ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ എണ്ണയിൽ വീണ്ടും ഇതുപോലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് 2 മിനിറ്റോളം വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ, ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് നമ്മളൊരു 3 to 4 വിസിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പൊട്ടറ്റോൻ്റെ വേവ് പോലെ ഇരിക്കും. പൊട്ടറ്റോ കറികളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, ഉടച്ചെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കറീൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ലാസ്റ്റിൽ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് പൂരി ഉണ്ടാക്കുകയാണെന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ആട്ട ശരിക്കും ഒന്ന് ആ വെള്ളത്തിലേക്കെല്ലാം ഒന്ന് സോക്കായി വന്നിട്ടുണ്ടാവും. നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊക്കെ ഇപ്പം നോക്കിയാൽ ഞാൻ കയ്യിൽ ഇതുപോലെ കൈ വെച്ചിട്ട്, ബാക്കി നമ്മൾ കൈ വെച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. ആ സമയത്ത് കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാം നമ്മൾ ആദ്യം മുതലേ ചെയ്യുമ്പോൾ കൈക്കൊക്കെ ഒത്തിരി ഒട്ടിപ്പിടിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ കുഴക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് തന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കൈവച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പൂരിക്ക് കുഴയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഇട്ട് ഭയങ്കര സോഫ്റ്റായി അങ്ങനെയല്ല, ഇച്ചിരി ഒരു കട്ടിയിൽ കുഴക്കുക വേണ്ട. ഇനി നിങ്ങൾക്ക് ഇതൊരു ഈവൺ ആയിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു സിലിക്കൺ മാറ്റ് കിട്ടും. നമ്മൾ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂഷ്വലി. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തണയൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തണേൻ്റെ മുകളിൽ ഇച്ചിരി പൊടിയിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ ഇതുപോലെ തൂവി കൊടുക്കുക. അപ്പം മാവങ്ങ് ഉണങ്ങാതെ നിൽക്കും കേട്ടോ. അതൊക്കെ വീണ്ടും ഓരോ ടിപ്സാണ്, നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് വ്യത്യാസമുള്ളൊരു രീതിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പൂരിയാക്കുമ്പോൾ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് അത് വെച്ചിട്ടല്ലേ ചെറിയ ബോൾസ് വെച്ചിട്ട് ആക്കുക. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെയല്ല ആക്കുന്നത്. ഇത് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. സാധാ പൂരിയിലും ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ നമ്മൾ മൊത്തം മാവിനെ നല്ല വലിയ 2 പോർഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര മാവ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇത്രയും വലിയൊരു ബോൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓവറോൾ ഇത്ര ആക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു 2 പോർഷനായിട്ട് എടുത്താലും മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വട്ടത്തിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് സാധാരണ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ ഫുള്ളായിട്ട് ഒരു സിംഗിൾ റൗണ്ടായിട്ട് നമ്മളൊരു സിംഗിൾ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് സാധാരണ പൂരിനേക്കാളും നല്ല തിക്നെസ് ഉണ്ടാവും, ഒരു 2 to 3 ടൈംസ് അധികം തിക്കായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പൂരിയാക്കി വരുമ്പോൾ അത് നന്നായി പൊങ്ങി വരും. അതേപോലെ തന്നെ അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്, കുറേ ലെയേഴ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ നോർത്തിലൊക്കെ ഈ ഭട്ടൂറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അത് മൈദയൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെയാണ് ഇതിന് വരിക. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു കട്ടിയിലാണ് ഇതിപ്പം പരത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് എളുപ്പമാണ്, ഓരോന്നും പരത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യുന്നതാണ് ഇത്. ജസ്റ്റ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കുക വേണ്ട. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ചെറിയ മൂടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അമർത്തിയിട്ട് എല്ലാ പൂരിയും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ എല്ലാ പൂരിയും കിട്ടിയല്ലേ. അപ്പോൾ ബാക്കി വരുന്ന എക്സ്ട്രാ നടുക്കുന്നുള്ള മാവ് മാത്രം നമ്മൾ മാറ്റിയെടുത്തിട്ട് അടുത്ത ഒരു ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പൂരി കാണാനും ഭംഗിയായിരിക്കും, ഒരേ ഷേപ്പിലായിരിക്കും, അതേപോലെ നല്ല ടേസ്റ്റിയും നല്ലൊരു വ്യത്യാസമുള്ള പൂരിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന നടുക്കുള്ള എക്സ്ട്രാ പോർഷൻസൊക്കെ ഇതുപോലെ ഒന്ന് മെല്ലെ വലിച്ചെടുത്താൽ മതി. തിക്കായ കാരണം നമുക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നമുക്ക് അത് ഒട്ടി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ നൈഫ് വെച്ചിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ മാവല്ലേ, അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ ട്രിക്സൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഭംഗിയുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ പൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പൂരിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു പൂരീൻ്റെ തിക്നെസ് കണ്ടോ, ഏകദേശം ഇത്രയും തിക്കായിട്ടായിരിക്കും ഒരു പൂരി ഇരിക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ പൊട്ടിച്ച് നോക്കിയാൽ അറിയാം നല്ല ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് അധികം ആളൊന്നും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ ഒരു കട്ടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാരലായിട്ട് നമ്മൾ സൈഡിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ എക്സ്ട്രാ ഓയിലൊക്കെ അത് സോക്ക് ചെയ്തെടുക്കും. അതേ സമയത്ത് നമ്മുടെ കറീൻ്റെ പൊട്ടറ്റോസ് എല്ലാം നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ പൊട്ടറ്റോ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ എക്സ്ട്രാ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിവിടെ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് സെർവ് ചെയ്യേണ്ടതാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് അതിനകത്തേക്ക് കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഗ്രേവി കുറച്ച് കൂടുതലുണ്ടാവും. എനിക്കിപ്പോൾ ഇവിടെ അധികം ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യുക. ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും, കാരണം വെള്ളമല്ലല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ തന്നെ ആ സത്ത് ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ തവി വെച്ചിട്ട് നമ്മൾ പൊട്ടറ്റോസിനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, പൊട്ടറ്റോ ആയിട്ട് കഷ്ണങ്ങളായിട്ട് ഉണ്ടാവണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്താൽ ആ ഗ്രേവിക്ക് അതിൻ്റെ ഒരു നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഒക്കെ വരും. അപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം കടുകൊക്കെ നമ്മൾ ആദ്യമേ പൊട്ടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ ഇതിലേക്ക് താളിപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കറി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരികൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടാവണം കേട്ടോ, എന്നിട്ട് മാത്രമേ പൂരിയിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും നന്നായി ചൂടായിട്ട് മാത്രമേ പൂരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന് വേവ് കുറവ് വരും, അതുപോലെ തന്നെ അത് പൊങ്ങി വരത്തുമില്ല. പിന്നെ നമ്മൾ ഈ തവി വെച്ചിട്ട് ഒന്ന് സൈഡിൽ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ ഈ പൂരി എപ്പോഴും പൊങ്ങി വരും കേട്ടോ. ഇതൊക്കെ വീണ്ടും ന്യൂ ടിപ്സാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, പൂരി പൊങ്ങി വരുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നേക്കാം. അപ്പോൾ ഞാൻ പൊതുവേ കുറച്ചിങ്ങനെ ഗോൾഡൻ കളറിലെടുക്കും. നിങ്ങൾക്ക് അത്ര വേവ് വേണ്ടെങ്കിൽ കുറച്ചാലും മതി. അപ്പോൾ വീണ്ടും ഇതുപോലെ ഓരോ പൂരി ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ ഞാൻ വീണ്ടും ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ ഭാഗവും അതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ട് ഓരോ പൂരികളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾറെഡി റെഡിയാണ്. കട്ട് ചെയ്ത് പൂരിയൊക്കെ റെഡിയാക്കി വെച്ചാൽ വെറുതെ നമ്മൾ നിന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു. പാരലായിട്ട് ചെയ്യുന്നവരോട് ഞാനും ഇത് പരത്തി അപ്പം തന്നെ ചെയ്യാറുണ്ട്. നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ എല്ലാം എളുപ്പത്തിൽ കട്ട് ചെയ്ത് റെഡിയായി കഴിയുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് സ്റ്റെപ്പ്. അപ്പോൾ നോക്കി എല്ലാ പൂരിയും നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, കണ്ടാൽ തന്നെ അറിയും, ഭയങ്കര നല്ല ഭംഗിയിൽ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ടേസ്റ്റി പൂരിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു ഇതിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ. എന്തായാലും നിങ്ങൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. ലൈക്ക് കറിയും പൂരിയും കാണുമ്പോൾ തന്നെ നല്ല യമ്മി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ. ഒരു സൺഡേ ഒക്കെ നമുക്കൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.